welcome back to our channel. Boys water dipping challenge. Guys, നമ്മൾ ഗേൾസ് വാട്ടർ ഡിപ്പിംഗ് ചാലഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കമന്റ്സ് വന്നിരുന്നു ഇതേ ചാലഞ്ച് ബോയ്സിനെ വെച്ച് ചെയ്യാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളെ സ്വഭാവം മാത്രങ്ങൾ അറിഞ്ഞാൽ പോരല്ലോ, ഇവരുടെ സ്വഭാവം കൂടെ അറിയണ്ടേ. അപ്പൊ ഇവരുടെ തനി സ്വഭാവം അറിയാൻ പോവാണ് ഗൈസ്. ഇന്ന് നിങ്ങൾ ഇവരെ വെച്ചിട്ട് കുറെ കാലമായി നിങ്ങൾ ചാലഞ്ചസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് ഞങ്ങളോട് തുടങ്ങുകയാണ്. അതെ, ഇത് മൊത്തം ഇവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇന്ന് പല മുഖമൂടികളും ഇവിടെ അഴിഞ്ഞു വീഴും. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങൾ കുറച്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പൊതുവെ Q&A ഒക്കെ കണ്ടതിന്റെ ഒരു രീതി വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ അറിയുണ്ടാവും. പക്ഷെ ഇവരുടെ 3 പേരുടെയും ക്യാരക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ ഓരോരോ സ്വഭാവം ആർക്കാണുള്ളത് എന്നാണ് ഇന്ന് അറിയാൻ പോകുന്നത്. അപ്പൊ 5 ആയിരിക്കും ക്വസ്റ്റ്യൻ വായിക്കാൻ. ഞാനും ശ്രീയും കൂടെ ഈ മൂന്നാമത്തിന്റെ ഇതിന് ഇടയ്ക്ക് ഒരു മുക്കാൾ അവസരം തരുന്നു. എനിക്ക് ഈ ചെറിയ ബോള് പോലെ വലിയ ഡബർ കൊണ്ട് ഒരു രണ്ടാം പോലത്തെ പാത്രത്തിൽ വേണമായിരുന്നു വരെ അല്ല ജുനുവിന്റെ കാര്യം എന്താ വെച്ചാൽ ഷാമിന്റെ പറഞ്ഞ പോലെ തന്നെ അവനെ മുക്കി വെക്കുക, ആവശ്യമില്ലാത്തവരെടുത്ത് പുറത്തിടാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് അതിലുള്ളത്. ജുൻകാരുടെ അടുത്ത് കണ്ടില് മിക്കവാറും ഇടേണ്ടി വരും. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് തുടങ്ങിയാലോ? നിങ്ങൾ എക്സൈറ്റഡ് അല്ലേ? പിന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളെ സ്വഭാവങ്ങളുള്ള ഓരോരോ. അല്ല, ഇവര് എക്സൈറ്റഡ് അല്ല, ഇവര് പേടിച്ചിരിക്കല്ലേ. നിങ്ങൾ അറിയണ്ടാത്ത സ്വഭാവങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയും. ഞങ്ങൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല ഐഡിയ ഉണ്ടോ? ഓക്കെ, ഞങ്ങള് വെറുതെ തുടക്കത്തിൽ ഭയങ്കര കുസൃതിപരമായ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, ഒറ്റ വാക്കിൽ ഉത്തരം പറയുക. ഓക്കെ, അപ്പൊ ഞാൻ തുടങ്ങട്ടെ. ഇത്രയും കാലം വരെ പിടിച്ച് മുക്കിയിരുന്നു കേസ്. ഇനിയിപ്പൊ ഞാൻ മുങ്ങാൻ പോവാണ്. അതെ, കുറച്ച് വെള്ളം കുറഞ്ഞു പോയോ? അതിന്റെ കുറച്ച് വെള്ളം കുടിക്കൂ, അപ്പൊ നമുക്ക് നിറച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ കള്ളത്തരം കാണിച്ച് തടി തപ്പുന്നത് ആര്? അതെ, അതാണ് ഉത്തരം. ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. അങ്ങനെയൊന്നുമില്ല. ചെറുതായിട്ട് കൂട്ടത്തിൽ കള്ളത്തരം കഴിച്ചെന്ന് പറഞ്ഞാല് അവലായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അതിനെ പിടിച്ച് അതെന്താ അറിയോ, ജുനുവിന് മുങ്ങിയതിന്റെ ഒരു കാവാകി ഇത് മുങ്ങണം. ഇത് മറ്റേ ഇരട്ട പറ്റ പോലെ മുങ്ങിയുള്ളൂ. ഇരട്ട പറ്റ പോലെയാണ് രണ്ടാളും. കാര്യം അവർക്ക് ഒരു കള്ളത്തരം ചെയ്യാല് രണ്ടുപേരും ഉണ്ടാവും. കൂടുതൽ പിടിക്കപ്പെടുക ജുൻകാരനതാണെന്ന് മാത്രം. അതെ, ഇതിനെ പിടിക്കാൻ പറ്റും, ഇതിനെ പിടിക്കാനും പറ്റൂല. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. പെട്ടെന്ന് മനസ്സിലാവും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. എന്നാലും ചെയ്യുന്നതിനൊരു കുറവില്ലതാണ്. കക്കാനെ അറിയും, നിൽക്കാൻ അറിഞ്ഞു. അതാണ് പ്രശ്നം. ഓക്കെ, അടുത്തത്, റോഡരികിൽ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ഒരു പാവാന. കാൽച്ചുവട്ടിൽ പോയി ചവിട്ട് വാങ്ങിക്കൂട്ടുന്നതായിരിക്കും. അതെന്താ സംഭവം വെച്ചാല്, ഈ അടുത്ത് ഇവ ഇങ്ങനെ പറയുന്നുണ്ട് ഊട്ടി പോവാ. അപ്പൊ നമ്മൾ പറഞ്ഞ ഊട്ടി പോവാ. അപ്പൊ എന്നോട് രാത്രി ഇങ്ങനെ സംസാരിക്കാൻ പറയും, മസനഗുഡി വഴി ഊട്ടി പോവാ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നോട് പറഞ്ഞു, ആ വഴി പോകുമ്പോ ആനൊക്കെ ഉണ്ടാവും കേട്ടോ. ആന ഉണ്ടായി, നമുക്ക് ആ വഴി പോകണ്ട, അപ്പൊ ഗൂഡല്ലൂർ വഴി പോയാൽ മതിയല്ലോ. അപ്പൊ ഞാൻ പറയാം, അല്ല ഗൂഡല്ലൂർ വഴി പോവാണെങ്കിൽ ആന ഉണ്ടാവും. ആന വന്ന് എന്താക്കാനടി ഒന്നും ചെയ്യില്ല, നമ്മൾ അങ്ങനെ ഇരുന്ന് നിർത്താൻ മതി, ബൈക്ക് പോയിക്കോളും. അതേപോലെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ കാറിന്റെ ഗ്ലാസ് താത്തുക, എന്നിട്ട് ആകാംക്ഷ കൂടുതൽ കൊണ്ട് പോയി നോക്കുക. കുറച്ച് കൂടുതലാ. അങ്ങനെ ആകാംക്ഷ കാരണം പണി മേടിച്ചു വെക്കാൻ ചാൻസ് ഉള്ളത്. ബക്കറ്റ് എടുത്തോളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, തീരെ കൃത്യാനിഷ്ഠ ഇല്ലാത്തതായിരിക്കും. അവിടെ കിടക്ക്. പണ്ടൊരു കാലത്ത് ഞാനും അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഞാനാണ്. കാര്യം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ആ ഒരു ലെവലിൽ തന്നെ കൃത്യനിഷ്ഠ കുറവാണ്. എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ കുറച്ചുകൂടെ കൃത്യനിഷ്ഠനായിരുന്നു. അങ്ങനല്ല, ഇപ്പൊ എന്ത് പറ്റി? സഹവാസം അതെന്താ വെച്ചാല് ശ്രീക്ക് ആ സ്വഭാവം കിട്ടിയ സല്ലുവിന്റെ അടുത്തുനിന്നും സല്ലുവിന്റെ അത് കിട്ടിയ ശ്രീന്റെ അടുത്തുനിന്നും. അതിപ്പോ ആദ്യം ഉണ്ടായതെന്ന് ചോദിച്ച പോലെ അതെന്താറിയോ, പക്ഷെ ശ്രീന് അത്ര ലേറ്റ് അല്ല ഞാൻ. അത് ശ്രീ പൊതുവെ എപ്പോഴും പറയും, എടാ ഞാൻ ഇത്ര ലേറ്റ് ആയതുകൊണ്ടാണ് എന്റെ ആർക്കും മനസ്സിലാവാത്തത്. ഉള്ള ചീത്ത മൊത്തം ഞാൻ മേടിച്ചു നോക്കും, അപ്പൊ ഞാൻ ലേറ്റ് ആയി പറഞ്ഞാൽ മതിയല്ലോ ബാക്കിയുള്ളവർക്ക്. യോജിക്കുന്നു. അതല്ല, പക്ഷെ ശ്രീ 10:45 സെൽഫി എടുത്ത് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. അതെ, തെളിയിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പെട്ടെന്ന് എടുത്തു ചാടുന്നതായിരിക്കും. സ്വന്തമായിട്ട് മുങ്ങാൻ പോയൊരു ഫീല്. മുങ്ങുന്നില്ലേ?
മുങ്ങങ്ങോട്ട്. അനക്ക് വെള്ളം കുറവാണോ? വെള്ളം കുറവാണോ? അത് മുങ്ങില്ല. എനിക്ക് തോന്നുന്നു കുടിച്ചു തീർത്താന്ന് തോന്നുന്നത്. ഞാൻ വേണം ഈ തലയിൽ കൂടി ഇങ്ങനെ വെച്ച് ഓക്കെ റെഡി. ഇതെങ്ങനെയാ വെള്ളം കുറയുന്നത് എന്തേ? എടാ ഇവൻ എന്താ ഇവിടെ മാത്രം നഞ്ഞ്? രണ്ടാളും ഒരേപോലെ കാര്യത്തിൽ എടുത്തു ചാടുന്ന ആൾക്കാരാണ്. അതായത് ജീവിതത്തിൽ രണ്ടുപേരും എടുത്തു അതെ, ചാടും. പിന്നെന്താ വേഗം ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ട് എല്ലാത്തിലും വേഗം എടുത്ത് ചാടും. പെട്ടെന്ന് കാര്യങ്ങൾ അങ്ങോട്ട് ആലോചിക്കും. അതെ, സല്ലു എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ ആലോചിച്ചത് ഭയങ്കര കൂടുതലാണ്. പിന്നെ തന്നെ ഇവന് കുറച്ച് ആൾക്കാരെ ഉള്ളൂ ഫ്രണ്ട്സ് എന്നൊക്കെ പറയാന്. അതെ, പെട്ടെന്ന് ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് അല്ല. അതെ, എടുത്ത് ചാടിയിട്ട് ഒന്നും ചെയ്യില്ല. ഭയങ്കര ആലോചിച്ചിട്ട് കാര്യങ്ങൾ ഞങ്ങളൊക്കെ എത്ര നല്ല ആൾക്കാരെ ഫ്രണ്ട്സ് ആയതുകൊണ്ട്. ഓക്കെ, അടുത്ത ദിവസം ചോദിക്കട്ടെ. കൂട്ടത്തിൽ ഭയങ്കരമായിട്ട് സ്വീറ്റ്സ് കഴിക്കുന്നതാര്? മധുരം. ഇവൻ ഒരു മുട്ടായി ഉണ്ടോ? ഒന്നും കൂടെ മുക്കി, അതൊന്നും പോരാ. ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് ഒരു മുട്ടായി ഉണ്ടോ? ഒരു മുട്ടായി ഉണ്ടോ? ഡ്രൈവ് ചെയ്യുമ്പോ ഓരോ 10 മിനിറ്റ് കഴിയുമ്പോ ഒരു മുട്ടായി. അത് ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്തില്ലേ നമ്മള് ബാക്കിൽ നിന്ന് ഒരു കിരികി വെച്ചുണ്ടാക്കിയാൽ മതി, അപ്പൊ തിരിയും. പണ്ട് ഡയറി വിളിക്കാൻ പറ്റും. അല്ല പണ്ട് ഞാൻ ഒരുപാട് കഴിക്കാറുണ്ട്, ഇപ്പൊ വളരെ കുറവാണ്. അതെ, ഇപ്പൊ ഒരു ദിവസത്തിൽ 1 കിലോന്റെ അടുത്ത്. കുറച്ചേരം മുന്നേ ഫലൂദ കുടിച്ചിട്ടോ. ഞാൻ ഒരു കാര്യം ചെയ്യും, വെള്ളത്തിൽ ഇറങ്ങിക്കാൻ പോയെ. അതാണ് പറഞ്ഞത്. അത് ഷാമി അതുപോലെ തന്നെ, ജുനു അതുപോലെ തന്നെ, രണ്ടുപേരും. അങ്ങനെ തന്നെയല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഭയങ്കരമായ ജിം എന്തൂസിയാസിസ്റ്റ്. എനിക്ക് സന്തോഷമുള്ളൂ. മുങ്ങിക്കോ. ഒന്നൂടെ മൂന്ന് മുക്കലും ഒരു ദിവസം പോയില്ലെങ്കിൽ അയ്യോ ഞാൻ പോയില്ല എന്ന് പറഞ്ഞിട്ട് അല്ല, അങ്ങനെ ശരിക്കും ഇങ്ങനെ പറയൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചൂടോട് കൂടി ഞാൻ ചോദിക്കാൻ പോവാണ്. ജിമ്മിൽ പോണെന്ന് പറയല്ലാതെ അഡ്മിഷൻ എടുക്കല്ലാതെ അവിടെ കാണാത്ത ആൾക്കാർ ആരൊക്കെ? അല്ലല്ല, മര്യാദക്ക് മുങ്ങ്. താഴത്തേക്ക് പോകും. ജുൻകായും 5 ബെറ്റ് വരെ വെച്ചിട്ട് തോറ്റിട്ടുണ്ട് guys. പിന്നെ ബെറ്റ് വെച്ച പൈസ ഞാൻ ചോദിച്ചില്ല, പാവല്ലേ വിചാരിച്ചു. കാലൊടിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ ദിവസം അല്ല, പക്ഷെ എന്നാലും എപ്പോഴും പറയാറുണ്ടല്ലോ ജിമ്മിൽ പോണെന്ന്. ഓക്കെ, അത് രണ്ടും അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും ജിമ്മിൽ പോണെന്ന് പറയല്ലാതെ രണ്ടുപേരും പ്രോപ്പർ ആയിട്ട് പോവില്ല. പക്ഷേ ഇതോടുകൂടി ഇവര് പോകുന്നതായിരിക്കും. അതെ, അല്ല ഓർക്ക് വാക്ക് കൊടുക്കും. ഇത് സത്യം പറഞ്ഞോ. ഈ പാത്രമാണ്, ഈ വെള്ളമാണ് സത്യം. ഈ മാസം കൊണ്ട് ഞാൻ ജിമ്മിൽ പോകും. സത്യം പറ. ഈ മുങ്ങിയ വെള്ളമാണ് സത്യം. ഞാൻ ഈ മാസം മുതൽ പോകുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബെസ്റ്റ് അഡ്വൈസർ ആരാണ്? അത് ഇവിടെ ഉണ്ട്. അവിടെ ഉണ്ട്. ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നിങ്ങൾ പറഞ്ഞു കൊടുക്ക്. അയ്യോ, അമലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ ദിവസം തന്നെ നന്നായി പോകും. നന്നായി പോകും. അങ്ങനത്തെ ഒരു അതായത് അങ്ങനെ ഇരുന്നിട്ട് വളരെ എന്താ പറയാ സാഹിത്യപരമായി പറഞ്ഞു തന്ന് ഒരു വർഷത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് അത് വിശകലനം ചെയ്ത് അതിന്റെ എല്ലാ സാധനങ്ങളും എടുത്ത് അങ്ങനെ പറഞ്ഞിരുന്നതാണ് ഇവിടെ. ഇവിടെ അതേപോലെ തന്നെയാണ്. സല്ലു എന്നിട്ട് അല്ലാതെ പോയി ചാടുകയും ചെയ്യും. അങ്ങനത്തെ അതായത് അഡ്വൈസ് തരുന്നുണ്ട്, സ്വന്തം ഇതിലേക്ക് എടുക്കാറില്ല. ബാക്കിയുള്ളവർക്ക് അവൻ പറഞ്ഞു ആൾക്കാർ പഠിച്ചാണ്, അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ആ പഠനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് തരുന്ന ഓരോ അറിവുകൾ. സല്ലു ഇന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് അനലൈസ് ചെയ്ത് അവൻ എന്താ കൃത്യമായിട്ട് അതിന്റെ പോസിറ്റീവ്സ് ഇതേപോലെ തന്നെയാണ് അഡ്വൈസ് തരും. ഓൻ്റെത് പറയുന്ന രീതി വേറെ, ഇവിടെ പറയുന്ന രീതി വേറെ. ആ ഒരു ഡിഫറൻസ് ഉള്ളൂ. ഇവിടെ പിന്നെ അഡ്വൈസ് തരാറേ ഇല്ല. പിന്നെ എനിക്ക് കൊടുക്കാറേ. പിന്നെ എനിക്ക് അഡ്വൈസിന് ആവശ്യമില്ല, ഞാൻ അത്ര നല്ല കുട്ടിയാണ്. അടുത്ത ദിവസം ചോദിക്കട്ടെ. കൂട്ടത്തിൽ പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നതാര്? കൂട്ടത്തിൽ പെട്ടെന്ന് ഉറങ്ങി അല്ലേ? സംഭവം 5 ആണ്. ഈ 6 പേരെ കൂട്ടത്തിൽ ഞാൻ ആദ്യം ഉറങ്ങാം. അടുത്ത് അമൽ. ഇവരെ വെച്ച് നോക്കുന്ന സമയത്ത് അമലേട്ടൻ തന്നെയാണ് ആദ്യം. അതെ, കാരണം ഇവര് ഏത് നേരം ഉറങ്ങണം പറഞ്ഞോണ്ട് നടക്കും. ഇവല്ലേ പോയി അത് തിരിച്ചെടുക്കണം. ഒന്നുകൂടെ മുക്കി തിരിച്ചെടുക്കണം. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ കിടന്നോക്കല്ലടാ. ഇവൻ പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ ഉറങ്ങി പോവാനാണ്. പക്ഷെ നടക്കുന്നത് ഇവരാണ്. അങ്ങനെ ഉറക്കം തൂങ്ങി നടക്കുന്നത് അമലേട്ടനാണ്. പക്ഷെ കണ്ണടച്ചു കഴിഞ്ഞാൽ വിത്തിൻ
സെക്കൻഡ്സ് കൊണ്ട് ചുരുക്ക പിന്നെ കൂർക്ക വലിക്കുന്ന സൗണ്ടിലാണ് നമുക്ക് മനസ്സിലാവുക. മിസ്റ്റേക്സ് പറ്റി അപ്പൊ നമ്മൾ വെള്ളം ഞാനല്ല ചെയ്തു കുറഞ്ഞു അല്ല ഇങ്ങനെ കൊടയാ ഞാൻ പറഞ്ഞാ അയ്യല്ല Guys, ഒന്ന് ശ്രദ്ധിക്കണം, ഞാൻ ഇതുവരെ മുങ്ങിയില്ലേ ഇവൻ മുങ്ങുന്നില്ല ഞാൻ മുങ്ങി. റെഡി ആയത്. ആ സൗണ്ട് നല്ല റെഡിയാവും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അതായത് ഒരു വിഷയത്തിനെ പറ്റിയിട്ട് ആവശ്യമില്ലാത്ത ലെയറുകൾ ആലോചിച്ച് കാര്യങ്ങളെ തലമുണ്ടാക്കി കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് ആരാണ്? മുക്ക്. ചെവികളൊക്കെ മുങ്ങി. നല്ലോണം മുക്കുന്നുണ്ട് guys. അത് ഞങ്ങള് കുറച്ച് അല്പക്കാക്കന്റെ തല പിടിച്ച് മുക്കിയിട്ടുണ്ട്. പറയ്, നമുക്ക് എന്തിനെ പറ്റി പറയാനുള്ള സലു? വളരെ ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു guys. അടുത്ത ചോദ്യം. കോമഡികൾ പറയുന്നത് പെട്ടെന്ന് വർക്ക് ആവാതെ ട്യൂബ്ലൈറ്റ് ആയിട്ടുള്ളതായിരിക്കും. ട്യൂബ്ലൈറ്റ് നിങ്ങൾ പറയാൻ ഞങ്ങൾ കണ്ടുപിടിച്ചോളൂ കേട്ടോ. ആരും ഇല്ലല്ലോ, എന്നാ പിന്നെ മുക്കൂലല്ലോ. ഇല്ലല്ലോ, ട്യൂബ്ലൈറ്റ് അങ്ങനെ നമ്മളെ കൂട്ടത്തിൽ ആരുണ്ടോ? ഇല്ല. കൂട്ടത്തിൽ ആകെയുള്ള സ്ത്രീയാണ്. അത് പിന്നെ ഇവിടെ ഇവര് മൂന്നുപേരിലും അങ്ങനെ ആരും ഇല്ല കേട്ടോ. പിന്നെ കേക്കാത്തവനാണ് ശ്രദ്ധിക്കാത്തവരാണ്. ചെറുതായിട്ടൊന്ന് മുക്കാം. മൂക്ക് മാത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഭയങ്കരമായ രീതിയിൽ ലോഡ് ഇറക്കുന്ന പോലെ ചളി അടിക്കുന്നതായിരിക്കും. നല്ല രസമുണ്ടല്ലേ എങ്ങനെ മുങ്ങേ? നല്ല രസമുണ്ട്. അതിലെ 2-3 വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടാവും. മറ്റേ നമ്മൾ ഏതോ ഒരു വീഡിയോയിൽ കാറിൽ വരുന്ന സമയത്ത് ഒരു ചളി പറഞ്ഞ് അത് വർക്കായതുമില്ല, എല്ലാരും അതിന് ഞാനൊന്നും പറയാതെ അവനെ ചമീപിച്ചൊരു അവസരം. പറയൂ അഞ്ചി അമ്മിപ്പിക്കൂ. അപ്പൊ ഇന്നിപ്പോ എനിക്ക് ദേഷ്യം പിടിച്ചു ചളി പറഞ്ഞു വരെ കേട്ട് മതിയാ. കാണുമ്പോൾ പാവമായി തോന്നുമെങ്കിലും കുരുത്തം കെട്ട സ്വഭാവമുള്ളതായിരിക്കും. അല്ലല്ല, കാണുമ്പോ അത്ര കുരുത്തം കെട്ടുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷെ ഇതിനെ പറഞ്ഞ് വിശ്വസിക്കുന്ന ആൾക്കാര് ലൈറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ വൃത്തികെട്ട അതല്ല, ഇതിനെ ചെറുതായിട്ടൊന്ന് മുക്കണം. ആൾക്കാർ കമന്റ്സിൽ പറയാറുണ്ട് പാവാണ് അവരേട്ടെന്ന്. ആ ചെറുതായിട്ടൊന്ന് മുക്കാം. ചെറിയൊരു മുക്കല്. പോട്ടെ പോട്ടെ. കൂട്ടത്തെ ഏറ്റവും കോമഡി ആരാണ്? കോമഡിയാണ്. കോമഡി എല്ലാരും കോമഡിയാണ്. എല്ലാരും ഓരോ തരത്തിൽ ഓരോ സമയത്ത്. ഞങ്ങൾ രണ്ടാക്കും മുങ്ങിയാലോ? അതല്ല, ഞങ്ങൾ രണ്ടാളും കൂട്ടത്തിൽ ഏറ്റവും കോമഡി. പിന്നെ ഇവര് രണ്ടാക്കും കോമഡിയാണ്. അവരേട്ടനെ കുറച്ച് കോമഡിയാ. വെള്ളത്തിൽ ഉമ്മ വെച്ചോ? സല്ലൂന് എന്താണ് ഞാൻ എത്ര കോമഡി പറയാം? കമ്പാരിറ്റീവ്ലി ഇവൻ എന്താ വെച്ചാൽ എല്ലാരും കോമഡി കേട്ട് ചിരിക്കലാ. പിന്നെ ഇവന് പറയാനുള്ള ഗ്യാപ്പ് അധികം കിട്ടാറില്ല. അതെ, അതാണ് പ്രശ്നം. പിന്നെ അടുത്തത്, ഫോൺ അഡിക്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഞാൻ തന്നെ എവിടെ പോയാൽ ഞങ്ങൾ ട്രിപ്പിന് പോയിട്ടുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ എടുത്തു നോക്കിയാൽ ഞാൻ പറഞ്ഞതാ. ട്രിപ്പിന് പോയാൽ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കും. അതായത് ഗെയിം ഒക്കെ കളിക്കാൻ വേണ്ടിട്ട് ബാക്കിയുള്ളവർ ഇങ്ങനെ അട്രാക്ട് ചെയ്യാ. ഇവരാരും മോശമൊന്നുമല്ല. പബ്ജി പെസ് ഇതൊക്കെ കളിക്കാൻ വേണ്ടി ഇങ്ങനെ അട്രാക്ട് ചെയ്യാ. അപ്പൊ അതുകൊണ്ട് ഫോൺ അഡിക്റ്റ് അതെല്ലാരും ഒരേ സ്വരത്തിൽ പറയുന്നു. വീട്ടിൽ കയറാൻ ഒരു ചിന്തയില്ലാതെ തെണ്ട് നടക്കുന്നതായിരുന്നു. കയറുന്നുണ്ടോന്ന് വരെ സംശയം. ദൈവമേ. ഉറക്കത്തിൽ സംസാരിക്കുന്നതായിരിക്കും. സംസാരിക്കുക ചിരിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്. കല്ലൂരുണ്ടാകത്തൊരു സല്ല് കരയ്യ. അത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ചിലപ്പോ എങ്ങനെയെങ്കിലും കേൾക്കും പോയി കിടന്ന് ഉറങ്ങാം. അതായത് കൈ ഇങ്ങനെ പിന്നെ അത് മണിക്കൂറുകളോളം കിടക്കുന്ന സമയത്ത് കൈ കൈ ധരിക്കുന്ന സമയത്ത് ഞാൻ എണീക്കുമ്പോ ഈ കൈ ഇങ്ങനെ ആടി കളിക്കുന്നുണ്ടാവും. അപ്പൊ പെട്ടെന്ന് കൈ പോയി. അപ്പൊ ഞാൻ ഉറക്കത്തിലാണല്ലോ. അപ്പൊ എനിക്ക് അറിയില്ല എന്താ സംഭവിച്ചത്. നിന്റെ കൈ ആടുന്നത് മാത്രമേ ഞാൻ കാണുള്ളൂ. എന്നിട്ട് ഇങ്ങനെ കൈ അടിക്കും. അതേ പൊസിഷനിൽ പിന്നെ നേരെ വിപരീതമായിട്ട് ചിരിക്കുക. ഞാൻ ചിരിക്കുന്നൊക്കെ ഒരു പറയും. ഞാൻ ഉറങ്ങുമ്പോ എനിക്ക് അറിയാത്തോണ്ട് എനിക്ക് അറിയില്ല എന്താ. അല്ല, ഞാൻ കണ്ടിട്ടുണ്ട് ജുൻക ചിരിക്കലുണ്ട്. ജുൻക അങ്ങനെ വർത്താനൊക്കെ പറയും.
ഓക്കെ അടുത്തത് കുക്കിങ്ങില് എക്സ്പേർട്ട് ആയിട്ടുള്ളതായിരുന്നു. നല്ലൊരു കാര്യം ചെയ്തിട്ട് മുന്നോട്ട് വന്നപ്പോ ഞങ്ങളെ കുക്കിംഗ് ചാലഞ്ചിൽ കണ്ടല്ലേ. അതെ. പിന്നെ സല്ലു ഈടായിട്ട് ഇങ്ങനെ ഹെൽപ്പ് ഒക്കെ ചെയ്യും വീട്ടില്. ഇങ്ങനെ അമ്മക്ക് ചിക്കൻ അരിഞ്ഞു കൊടുക്കും, ചിക്കൻ കഴുകി കൊടുക്കും, കറക്കി കഴുകി കൊടുക്കും. ഞാൻ കുക്കിംഗ് പഠിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു ദിവസം ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങനെ കയറി ചെലവ് നല്ല ചിക്കൻ കറി വേണം. ഞാൻ അമ്മേനോട് ചോദിച്ചപ്പോ നല്ല കറി വേണം. മോളെ ഞാൻ പരിക്കറിയും കൂടെ ഉണ്ടാക്കിയതാണ്. അല്ല നല്ല ടേസ്റ്റ് ഉണ്ടെന്നാ പറയാൻ വന്നേ. നല്ല ടേസ്റ്റ് അതൊക്കെ ഉമ്മ ചോദിച്ച് മോനെ കിട്ടിക്കാനായോ. അതവള് കയ്യിൽ നിന്നതാ. കയ്യിൽ നിന്നിട്ട് സാധനം കേട്ടോ അത്. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. 3 പേര് പക്ഷെ പാതിരാത്രി വരെ അതെ എപ്പോഴാണെങ്കിലും ഓനോക്കെയാ. ട്രിപ്സ് പോകാൻ കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുക്കുന്നതായിരിക്കും. അത് കൂർഗിൽ വരെ കൊണ്ടുപോയത് വരെയാണല്ലോ. നമ്മളെന്തോ എവിടെയാണ് സ്ഥലത്തിന് പേരാണ് പൈതൽമല കാണാൻ പോയിട്ട് നമ്മള് കൂർഗിലെത്തി. അത് ഇവര് കാരണമാണ്. അത് ഇവര് രണ്ടുപേരും പറയണം, പക്ഷെ കൂടുതൽ എന്തായാലും ഇവര്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാർഡ്രോബില് ഏറ്റവും കൂടുതൽ ഡ്രസ് ഉള്ളതായിരിക്കും. എന്താ സംശയം ഇവരുണ്ട്? അല്ല ഇവിടെ ഒരുപാട് ഡ്രസ് ഉണ്ട്. അതിന്റെ പകുതി മാത്രം ഇടലുള്ളൂ. അതന്നെ സംഭവം ഉണ്ട്. ഇടുന്ന അത്രേ ഉള്ളൂ. വാർഡ്രോബിൽ ഏറ്റവും കൂടുതൽ ഡ്രസ്സിലാണെങ്കിൽ സ്ക്രീനാണ് കേസ് എടുത്ത് മുക്കണ്ടത്. ഡ്രസ്സുകൾ അല്ല ശ്രീനെ കണ്ടിട്ടില്ലല്ലോ. ഓക്ക് എത്ര ഡ്രസ് ഉണ്ട് നോക്കു പോലും അറിയില്ല. അതായത് നമ്മൾ ഒരു ശ്രീയാരുടെ ഡ്രസ് എനിക്കതുണ്ടല്ലേ അങ്ങനെ അവള് ചോദിക്കുക. അപ്പൊ അത്രയും ഓക്ക് വരെ ഓർമ്മയില്ലാത്ത കുറെ ഡ്രസ്സുകൾ. അമലേട്ടാ മറിഞ്ഞിരിക്കുന്ന എനിക്കൊരു ഡ്രസ്സും ഇവനില്ലേ ഒരു ദിവസം പോയിട്ട് എനിക്ക് കഥ പറയാണ്ട് ഇനി വയ്യ. ഒരു എവിടെയെങ്കിലും പോയിട്ട് ഇപ്പൊ ഡ്രസ്സ് വാങ്ങിച്ചു വെച്ചോ. എന്നിട്ട് ഒരു 4 ടീഷർട്ട് ഒരു 3 പാന്റ് എടുത്തപ്പോ എനിക്ക് സമാധാനം, എനിക്ക് ഇനി ഒരു കൊല്ലത്തേക്ക് വേണ്ടാതെ. അത് കഴിഞ്ഞ് 2 ദിവസം ഞാൻ പറയും എനിക്ക് ഒന്നുമില്ല, എനിക്കിതൊന്നും രസമാവുന്നില്ല. അല്ല ഓന്റെ സ്വഭാവം അങ്ങനെയാണെന്ന് പറഞ്ഞത്. ഇതുവരെ വാങ്ങിയിട്ട് ഇടാത്ത ഡ്രസ് ഉണ്ടാവായിരിക്കും, എന്നാലും പറയാൻ ഇടാനില്ല. അത് ചിലപ്പോ അപ്പൊ കംഫർട്ട് ആവാൻ കറക്റ്റ്. അതാണ് അതെ ഞങ്ങളായിരുന്നു. ഞാനൊരു ഷർട്ട് വാങ്ങിക്കും, ഒരു പാന്റ് വാങ്ങിക്കും. പക്ഷെ ഈ ഷർട്ടും പാന്റും ഒരുമിച്ച് വർക്കാവില്ല. അപ്പൊ എനിക്ക് ഒന്നുമില്ലാന്ന് തോന്നുന്നു. അല്ല പിന്നെ ഉപരി വർക്കാവാത്തൊക്കെ വർക്കാവുന്ന ഒരാൾ അവിടെ ഉള്ളത് കൊണ്ടും എല്ലാവരും ശുഭമായി പോവാറുണ്ട്. എനിക്ക് എന്തുണ്ടാകുന്നെങ്കിൽ കവിന്റെ അലമാര നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഈ ഷർട്ട് എടുത്തിട്ട് പാന്റിന്റെ കൂടെ ഇടാം, അത് ഷ്രഗ് ആക്കി ഇടാം, അങ്ങനെ പല രീതിയിലാണ്. അതെ അതുകൊണ്ട് തന്നെ നമ്മൾ ഓള് ഭയങ്കര ഇതാ എന്താ വെച്ചാൽ എല്ലാരും ഡ്രസ് നോക്കുള്ളൂ. അതെ അങ്ങനത്തെ എല്ലാരും നോടും. ഏത് കാക്കന്മാരെ നോക്കി ഇടാൻ പറ്റും, ഞങ്ങളത് ഇടാൻ പറ്റും, ഇവന്റെ ഇടാൻ പറ്റും. കണ്ണൂരിലേക്ക് അമലേട്ടന്റെ ടീഷർട്ട് അമലേട്ടന്റെ ടീഷർട്ടാണ് കണ്ണൂരേക്ക് കിട്ടുന്നത്. അപ്പൊ എല്ലാരും നോക്കും ഒരുവിധം പോകുന്ന സാധനമാണ്. ഇവള് 3 ആൾക്കാരെ ഡ്രസ് ഒറ്റ കോസ്റ്റ്യൂം ഒക്കെ ഉമ്മന്റെ ചുരിദാർ ഇടാൻ ഇടും, എല്ലാം ഇടും, എല്ലാം ഞാനിടും. അപ്പൊ വാങ്ങേണ്ട ആവശ്യം. ഓക്കെ ചോദിക്കാണേ. കൂട്ടത്തിൽ ദൂർത്ത് ആർക്ക്? ദൂർത്ത് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഭയങ്കര ദൂർത്തല്ല, പക്ഷെ അനാവശ്യ സാധനങ്ങൾ വാങ്ങിയിട്ട് പൈസ പോയി പോകുന്ന കകനെയാണ്. അതെ അതുമാണ്. പിന്നെ ഓരോന്ന് കൺഫ്യൂഷൻ പേടിക്കും. കക്കാക്ക ഒരു ഷൂ വാങ്ങിയില്ല, ഞാൻ ഇട്ടത്. അത് ഞാൻ വാങ്ങിച്ച സമയത്തേക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ പിന്നെ ഇട്ടപ്പോ ചെറുതായ മാതിരി തോന്നി. ആ കാലിട്ടപ്പോ കാല് ഭയങ്കര ചെറുത് പോലെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അത് ശരിക്കും ചെറുതായിരുന്നു, അതിനെ കൊണ്ട് എനിക്ക് പറ്റിയേ. അപ്പൊ ഇവന് എന്ത് വാങ്ങി? അത് ആദ്യം ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ ഇട്ടുപോയി. അപ്പൊ എനിക്ക് ചെറുതാന്ന് മനസ്സിലായില്ല, കാരണം കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ആരൊക്കെ കണ്ടിട്ട് കാല് ചെറുത് പോലെ ഉണ്ടല്ലോ എന്ന് തോന്നിയപ്പോ പറഞ്ഞപ്പോ സംഭവം എനിക്ക് ലൂസാ, പക്ഷെ എന്റെ കാല് ചെറുതാ കുറച്ച്. അത് ലൂസായി കിടന്നു കഴിഞ്ഞാലും അത് മനസ്സിലാവൂല, അതാ സംഭവം. അങ്ങനെ എനിക്ക് കുറെ നഷ്ടങ്ങൾ പറ്റിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് കുറെ ലാഭങ്ങളും കിട്ടിയിട്ടുണ്ട്. മൊത്തം ലാഭമാണത്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ മുങ്ങിയതാരെന്നുള്ള ചോദ്യം ജുനുവിന്റെ. ഇനി ഈ പറഞ്ഞ
ചോദ്യങ്ങൾക്കൊക്കെ എല്ലാ ക്യാരക്ടറും ഉണ്ട്. പക്ഷെ ഒരു പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് അത്രേ ഉള്ളൂ. ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ടോ? ഞങ്ങളത് പിന്നെ വീഡിയോയിൽ വരുമ്പോ തന്നെ ചെറുതായിട്ട് നമ്മൾ പറയുന്നോണ്ട് ഞങ്ങളത് ചിലപ്പോ നിങ്ങൾക്ക് അറിയണ്ടാവും. ഇവരാണ് പിന്നെ അറിയാണ്ട് അവർ മിസ്റ്റേക്ക് എടുക്കുന്നത്. അതിപ്പോ തീരുമാനമായിട്ടുണ്ടാവും. പാർട്ട് 1 ഇതാണെങ്കിൽ പാർട്ട് 2 ബക്കറ്റ് വരുന്നത്. അതെ, ഇനി പറഞ്ഞാൽ മഗ്ഗിൽ ഇങ്ങനെ കോരി ഒഴിക്കും. അങ്ങനല്ല. അപ്പൊ guys, ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ ക്യാരക്ടർ. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു. അതെ, നിങ്ങൾ ചോദിച്ചോ. ഞങ്ങൾ പാർട്ട് 2 ആയിട്ട് എന്തായാലും വെറൈറ്റി ക്വസ്റ്റ്യൻസ് പറയട്ടെ. ഓക്കെ, അപ്പൊ guys, ഇന്നത്തെ ചാനൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Sanjita. This is our voice.